Hello guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് പോക്കോ X2. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റിലീസായിട്ടുള്ള ഫോണാണ്, പക്ഷേ ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. ഇത് കിട്ടാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. അപ്പോൾ ഇന്നത് ഞാനത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പോക്കോ X2ൻ്റെ പാക്കേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറഭാഗത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇത് അസംബ്ലിങ് മാത്രമാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്, എങ്കിലും അതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം കഴിപ്പിക്കാതെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ലൊരു പാക്കേജിങ് തന്നെ പോക്കോ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഉള്ളൊരു മഞ്ഞ ബോക്സൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫോണൊന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പോക്കോ X2. ഞാനൊരു ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കാരണം ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെയുള്ളതെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന 27 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ. നല്ലൊരു വലുപ്പമുള്ള ചാർജർ ബ്രിക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു USB Type-C കേബിൾ തന്നെയാണ്. ഓക്കെ, നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്ത് നോക്കാം. ഞാനത് മേടിച്ചിട്ടുള്ളത് ആക്ച്വലി 6GB 64GB ഒരു വേരിയൻ്റാണ് കേട്ടോ. അതിന് ഏകദേശം 17,500 രൂപ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റിവ്യൂ ടേബിളിലേക്ക് ഇനി ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ ഓവർവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ക്വിക്കായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ക്വിക്കായിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന ഒരു ഒക്ടാകോർ പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD സ്ക്രീൻ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റുള്ളൊരു സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് 64GB 128GB 256GBയിലാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ റാം ചെക്ക് ചെയ്യുന്ന രണ്ട് വേരിയൻ്റാണുള്ളത്, 6GB അല്ലെങ്കിൽ 8GB റാം വേരിയൻ്റാണ്. പിന്നെ സിം സ്ലോട്ട് ആണെങ്കിൽ ഹൈബ്രിഡ് സൊല്യൂഷനായിട്ടാണ് സിം സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പുറംഭാഗത്തുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ സോണിയുടെ IMX686 എന്ന മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 4500 mAh ബാറ്ററിയുടെ ഒപ്പം 27 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് Android 10 MIUI 11 ഇത് ലഭിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പോക്കോ X2. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഫോൺ നല്ല കിടിലൻ ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഗൊറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ആ ഗ്ലാസ് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ക്യാമറയ്ക്ക് ചുറ്റുമുള്ള ഈ റൗണ്ട് ആക്ച്വലി പൊന്തി നിൽക്കുന്ന പോലെ തോന്നുന്നതാണ്. ആക്ച്വലി അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 208 ഗ്രാമാണ്. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം തിക്കുള്ളൊരു ഫോണായിട്ട് കൂടി ഇതിൻ്റെ സൈഡ് ഗ്ലാസ് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ബൾക്ക് ഫോണായിട്ട് ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ പുറകുവശം ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫിംഗർ പ്രിൻ്റ് മാഗ്നറ്റ് തന്നെയാണ്. നന്നായിട്ട് ഫിംഗർ പ്രിൻ്റ് പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ഗൊറില്ല ഗ്ലാസ് ഒക്കെ ബ്രേക്ക് ആവുന്നതാണ്. അതുകൊണ്ട് പോക്കോ അതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുള്ള ഈ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാകും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിനോടൊപ്പമുള്ള കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹെവി ഫോണായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഈ ക്യാമറയുടെ ബമ്പൊക്കെ ഒന്ന് വീഴുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ കേസ് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഇംപ്രഷൻ. അതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഓവർവ്യൂ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സിമ്മും SD കാർഡ് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ 2 സിം ഉപയോഗിക്കാൻ പറ്റും. ഒരേ സമയം 2 സിമ്മും ഒരു മൈക്രോ SD കാർഡും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് സാർ. ഇനി നമ്മളിതിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ സാധാരണ MI ഫോണുകളിലൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു IR ബ്ലാസ്റ്റർ ഇതിലുമുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ TV, AC തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്കുമാണ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെയാണ് വോളിയം കീസും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്ലിക്കി ആയിട്ടുള്ള ഒരു വോളിയം കീ തന്നെയാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിൽ വളരെ ഫാസ്റ്റാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ഫോൺ ജാക്കും ഒരു USB Type-C കേബിളും പിന്നെ ഒരു മെയിൻ മൈക്രോഫോണും പിന്നെ സ്പീക്കർ ഗ്രില്ലും ആണ് കാണാൻ സാധിക്കുന്നത്. സ്പീക്കറിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്.
ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫോണിലൊക്കെ കാണാവുന്ന തരത്തിലുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്യാമറ സോണിയുടെ IMX686 എന്ന് പറഞ്ഞിട്ടുള്ള 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. കൂടാതെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാകളും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോണിയുടെ ക്യാമറ ആയതുകൊണ്ട് തന്നെയാണ്. ഞാനിതിൻ്റെ ചില സാമ്പിൾസ് ഒന്ന് കാണിച്ചു തരാം. കൂടാതെ നമ്മളിതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാമറ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വിശദമായിട്ട് ക്യാമറകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. 20 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോ സാമ്പിൾസൊക്കെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂവിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഹൈലൈറ്റിലേക്ക് കടക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് പോക്കോ X2 ഉള്ളത്. ഇത് ആക്ച്വലി ഒരു ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ UIയിലുള്ള ഒരു സ്മൂത്ത്നെസ് അടിപൊളിയാണ്. 60 ഹെർട്സും 120 ഹെർട്സും തമ്മിലുള്ള നല്ലൊരു മാറ്റം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 120 ഹെർട്സ് ഡിസ്പ്ലേ ആണെങ്കിൽ കൂടി അത് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഇപ്പോഴും വളരെ കുറവാണ്. ആക്ച്വലി നമ്മുടെ PUBG പോലും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 60 ഹെർട്സ് ആണ്. 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഗെയിം എന്ന് പറഞ്ഞാൽ ഷാഡോ ഫൈറ്റ്, പിന്നെ ടെമ്പിൾ റൺ 2 പോലെയുള്ള ഗെയിമുകളാണ് 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് 120 ഹെർട്സിലിട്ട് കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 500 നിറ്റ്സിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ്നസ് കിട്ടുന്നത്. ഫുൾ ബ്രൈറ്റ്നസിൻ്റെ ഒന്നും ഒരാവശ്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ കറക്റ്റായിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്പ്ലേ HDR10 സർട്ടിഫൈഡ് ആണ്. ഒരു മീഡിയ കൺസംഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്കും ഒരു HDR കണ്ടൻറ്റൊക്കെ നമുക്കിതിൽ അടിപൊളിയായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് വൈഡ് 1 L1 സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ നിന്നും നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ HDR കണ്ടൻറ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്ന് മിസ് ചെയ്തായിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടിട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.